ദുബായിലെ ജുമൈറ ബീച്ചിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് കഴിഞ്ഞ പെരുന്നാളിന്, ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നെക്സ്റ്റ് പെരുന്നാളിന്. അപ്പോൾ കഴിഞ്ഞ ഇയറിലെ പെരുന്നാളിന് പോയപ്പോൾ നമ്മൾ ജുമൈറ ബീച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജുമൈറ ബീച്ചിനേക്കാളും ഒരു പ്രൈവസി ഫീൽ ചെയ്തതും കൂടുതലും ഒന്നും കൂടെ നമുക്ക് ഫാമിലിയായിട്ട് പോകാനായിട്ടും ഇഷ്ടമായത് ഈ ഒരു മംസർ ബീച്ചാണ് കേട്ടോ. മംസർ ബീച്ചിലോട്ട് ടാക്സി ഉണ്ട്, അതേപോലെ തന്നെ ബസ്സും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ സുഖമാണ്. അതേപോലെ തന്നെ മംസർ ബീച്ചിലോട്ട് പോകുമ്പോൾ ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും കൂടെ പോയ സമയത്ത് ബീച്ചിൻ്റെ വേറൊരു വഴിയുണ്ട്, അതിലൂടെ പോയിരുന്നത്. അപ്പോൾ ഈ ഒരു പാർക്കൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തവണ പോയ ടാക്സിയുടെ ഡ്രൈവർ പറയായിരുന്നു, ഇങ്ങനെ പാർക്കിലൂടെ ഒരു വാക്ക് വേണ്ട, അതിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കടലിൻ്റെ ആ ഭാഗത്തോട്ട് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ മുമ്പിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർക്കിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ നല്ല തിരക്ക് പുറത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് ഏരിയകളുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുള്ളതായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫാമിലീസ് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എൻ്റെ ഫ്രണ്ടുമായിട്ട് വന്ന സമയത്ത് ഈ വഴിയല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മംസർ ബീച്ചിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലൂടെയുള്ള വാക്ക് വേയിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കുറേ എന്താ പറയുക, ഊഞ്ഞാലുകൾ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ, അതേപോലെ തന്നെ ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ള ഏരിയ, അതേപോലെ ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയകൾ, അങ്ങനെ പല സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നാട്ടിലെ ബീച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ, മുമ്പ് പറയാറുള്ള പോലെ, ജുമൈറ ബീച്ചിൽ പറഞ്ഞ പോലെ തന്നെയാണ്, തിരമാലകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കറക്റ്റ് അപ്പുറത്തൊരു ഏരിയയിലോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു വലമൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ജുമൈറ ബീച്ചിൻ്റെ ഒരു വ്യത്യാസം തോന്നിയത്, ബീച്ചിന് എൻഡ് ഉണ്ടാവില്ല എന്നല്ലേ പറയുക. ഈ ഒരു ബീച്ചിന് എൻഡ് കണ്ട പോലെ, അതായത് എൻഡുള്ള പോലെ ഫീൽ ചെയ്തു. ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ബീച്ചാണോ എന്നുള്ളത്. അപ്പോൾ ഹസ്ബൻഡിന് അതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ ഒരു മംസർ ബീച്ച് എന്ന് പറയുമ്പോൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും പോകുന്നുണ്ടാവും. എന്നാലും ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു വാക്കിലൂടെ ഈ ഒരു ബീച്ചിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലീസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തണവ് സമയത്ത് വരുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. നമ്മൾ അന്ന് കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് പോയ സമയത്ത് തണവുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലീസ് അവിടെ നിന്ന് കുക്ക് ചെയ്യുന്നത്, ഒരുപാട് ടെൻറ്റുകളുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അപ്പോൾ ഭയങ്കര സേഫാണ്, പിള്ളേരായിട്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. പൊതുവേ നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ അതിൽ ജെൻസും ലേഡീസൊക്കെ ഒരുമിച്ചൊരു ഏരിയയിലുണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു മംസർ ബീച്ചിൽ പുതിയൊരു ഏരിയ തന്നെ വന്നിട്ടുണ്ട്, ഫാമിലീസ് മാത്രമായിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് കേട്ടു. അതായത് ആ ഒരു ഏരിയ വന്നിട്ടില്ല, നെക്സ്റ്റ് മുതലൊക്കെ ആണെന്നൊക്കെ ഞാൻ വാർത്തയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ അല്ലെങ്കിലും ഇവിടെ ഭയങ്കര പ്രൈവസി ഉണ്ട്, ഒരുപാട് ഏരിയകളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്ക് മാറി നിൽക്കാം, അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ജുമൈറ ബീച്ചിൽ നമുക്ക് മാറി നിന്നാലും എല്ലായിടത്തും ഇങ്ങനെ ഒരുപാട് ക്രൗഡായിട്ട് ഫീൽ ചെയ്തു. ഇവിടെ ക്രൗഡായിട്ടുള്ള ഏരിയയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് ഇങ്ങനെ മാറി നിൽക്കാൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് എല്ലാ കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാലും വലിയവർക്ക് വന്നു കഴിഞ്ഞാലും എൻജോയ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും. കുട്ടികൾക്ക് പാർക്കുള്ളതുകൊണ്ടും വലിയവർക്ക് കളിക്കാൻ ഷട്ടിലിൻ്റെ ഏരിയ, അങ്ങനെ പല ഏരിയകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ ബീച്ചിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്യാനും നമുക്ക് കുളിക്കാനൊക്കെ ഉള്ള ഏരിയകളൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും സന്തോഷമുള്ളതാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണ്. പിന്നെ എന്താ പറയുക, ചെറിയ ജീവിതമാണ്, ആരെയും വേദനിപ്പിക്കാതുള്ള സന്തോഷം സ്വയം കണ്ടെത്തുക, ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്നത് എന്തായാലും കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു നമ്മൾ ചെയ്ത നന്മക്കുള്ളൊരു കർമ്മയും തിന്മക്കുള്ളൊരു കർമ്മയും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഒരുപക്ഷെ അത് നമ്മൾക്കാവില്ല, നമ്മൾ ചെയ്ത നന്മക്കുള്ള കർമ്മമായാലും തിന്മക്കുള്ള കർമ്മമായാലും കിട്ടുക, നമ്മുടെ മക്കളിലോട്ട് അത് എത്തിപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം ലഭിക്കും. നന്മയാണ് നമ്മൾ ചെയ്തത് വെച്ചാൽ നന്മ നമ്മുടെ മക്കൾക്ക് ലഭിക്കുമ്പോൾ, തിന്മയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ തിന്മ നമ്മുടെ മക്കൾക്ക് ലഭിക്കുമ്പോൾ അത് നമുക്ക് ഒരുപാട് വേദനിക്കുമല്ലേ. അപ്പോൾ ഉള്ള ജീവിതം സന്തോഷമാക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. വാക്കുകളോണ്ടായാലും പ്രവൃത്തികളോണ്ടായാലും നമ്മളൊരാളെ പരിഹസിച്ച കാലം അതേ പരിഹാസത്തിന് നമ്മളെ ഇടയാക്കും എന്നുള്ളതൊക്കെ ഓർത്തുകൊണ്ട് ഈ ഒരു ചെറിയ ജീവിതത്തിൽ പറ്റുന്ന നന്മകൾ ചെയ്ത് നമ്മുടെ സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്തി അങ്ങനെ അങ്ങ് ജീവിക്കുക. അപ്പോൾ എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം പോകണമെന്നൊന്നുമില്ല, തൊട്ടടുത്ത് പോയാലും തൊട്ടടുത്ത വീടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങിയാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസ് ആയിട്ട് വരണ്ട കേട്ടോ.